കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hi everyone, so welcome to IGNO Focus 3.0. ഇഗ്നോന്റെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് BSW 121. BSW 121 എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാണാം. സോ ഇഗ്നോന്റെ ടേമിന്റെ എക്സാമിനേഷൻ PYQUA എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നിങ്ങളുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾസോ പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഗൈഡ് കൂടിയാണ് ഇഗ്നോ ടേമിന്റെ എക്സാമിനേഷൻ PYQUA എന്ന് പറയുന്നത്. നമ്മുടെ December 2024 ടേമിന്റെ എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ ലേണേഴ്സിനെയും എന്ത് ചെയ്യുക, അവരെ കുറച്ചുകൂടി എംപവർ ചെയ്യിക്കുക എന്നുള്ളൊരു എയിമോട് കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ഇഗ്നോ ടേമിന്റെ എക്സാമിനേഷൻ PYQUA ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BSW 121 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എക്സൽ ചെയ്യാൻ തരത്തിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എയിം ആണ് മെയിൻ ആയിട്ടും ഇഗ്നോ ടേമിന്റെ എക്സാമിനേഷൻ PYQA ഉള്ളത്. ഇതിനൊരു ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൈഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി കമ്പാനിയൻ ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ BSW 121 എന്ന് പറയുന്ന പേപ്പർ എടുക്കുമ്പോൾ അതിലുള്ള റെലവൻസും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗ് കാര്യങ്ങളും പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ടോപ്പിക് സിഗ്നിഫിക്കൻസും ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇപ്പോഴുള്ള എക്സാം ട്രെൻഡ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഒരു ഡീപ് അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗൈഡിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. The document integrates IGNO's academic rigor with a student-centered approach, presenting not only key content, insights, but also practical tools like model answers and a simulated predictive question paper. These features collectively offer a holistic preparation experience. And ഈ ഒരു ഗൈഡിന്റെ ഒരു ഓവർവ്യൂ നോക്കാനാണെന്നുണ്ടെങ്കിൽ this guide is structured to provide clarity and direction to students at every stage of their preparations. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ലേണേഴ്സും ടേമിന്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. സോ ആ ഒരു പ്രിപ്പറേഷനിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഗൈഡിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കാണും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ. അത് കഴിഞ്ഞിട്ട് വരുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ്, അങ്ങനെ ഒരു എക്സാം റെലവെന്റ് ആയിട്ട് നമ്മൾ സിലബസിനെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ ഒരു അനാലിസിസും കാര്യങ്ങളും, ലൈക് ക്വസ്റ്റ്യൻ ടൈപ്സ് എങ്ങനെയാണ്, ഫ്രീക്വൻസി ഓഫ് സ്പെസിഫിക് ടോപ്പിക്സ്, അതേപോലെ തന്നെ മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മൊത്തത്തിൽ ആ ഒരു എക്സാമിന്റെ ഒരു നേച്ചറിനെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിക്കറിംഗ് ആയിട്ട് പാസ്റ്റ് ഇയേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ്, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്ക് വരാനാണ് ഇനി സാധ്യത കൂടുതൽ, അങ്ങനെയുള്ള ഒരു പ്രെഡിക്ഷൻ അനാലിസിസ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടേം ആൻഡ് എക്സാമിനേഷൻ 2024 ഡിസംബറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ വി പ്രൊവൈഡ്സ് വെൽ സ്ട്രക്ചേർഡ് ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻസ് ഓഫ് ദ ഗ്രേഡിംഗ് ഫോക്കസ്, ensuring students learn how to align their responses with IGNO's evaluation standards. ഇനി നമുക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള അപ്രോച്ച് എന്താന്ന് നോക്കാം. സോ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ അനാലിസിസ് ഉണ്ട്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഇയേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്.
ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്, അതുപോലെ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ട്രെൻഡ് പോകുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സിലബസ് കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ, ബ്ലോക്സ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് സബ് ടോപ്പിക്സ് നമ്മൾ സിലബസിനെ മാപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് സിലബസ് കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രെഡിക്റ്റീവ് മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് അപ്കമിംഗ് എക്സാമിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പേർട്ട് ഇൻസൈറ്റ്സ് incorporating professional expertise in social work education to develop high quality content and model answers. High quality content model answers ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ്. സോ എന്താണ് ഈ പ്രെഡിക്റ്റീവ് അനാലിസിസ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മോഡൽ ആൻസേഴ്സ് ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഷുഡ് നോ ദാറ്റ് അല്ലെ. സോ പ്രെഡിക്റ്റീവ് അനാലിസിസിലൂടെ നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ എംപവർ ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ എക്സാമിൽ വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഏതാണ്, എന്നിട്ട് അതുവഴി അവരുടെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും നമ്മൾ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രിപ്പറേഷൻ ടൈമിലുള്ള എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് meanwhile, the inclusion of model answers not only provides clear examples of how to structure responses, but also familiarizes students with evaluation criteria. നമ്മൾ തരുന്ന മോഡൽ ആൻസേഴ്സ് വെച്ചിട്ട് മാത്രമല്ല പഠിക്കേണ്ടത്, it will help you to familiarize with evaluation criteria. അല്ലാണ്ട് നമുക്കൊരു ക്ലിയർ എക്സാമ്പിൾസ് അല്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന evaluation criteria മനസ്സിലാവുമ്പോൾ യു ക്യാൻ ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് എൻഷുർ റെഡിനെസ് ഫോർ ഹൈ സ്റ്റേക്സ് പെർഫോമൻസ്. ഓക്കെ, നിങ്ങളുടെ തന്നെ പെർഫോമൻസിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. This guide is tailored to the unique aspects of BSW 121 professional social work and its values, with a strong emphasis on the integration of theoretical knowledge and practical application by bridging the gap between syllabus content and exam requirements. This resource ensures that you are well equipped to achieve academic success in the upcoming IGNOU terminal examination. അടുത്ത നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് എന്താ നോക്കാം. സോ ഈ ഒരു സെക്ഷനിലൂടെ മെയിൻ ആയിട്ട് BSW 121 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസിന്റെ സിലബസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആയിരിക്കും. ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിനെയും ഓരോ ടോപ്പിക്കിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിന്റെ റെലവൻസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബൈ അനലൈസിംഗ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടോപ്പിക്സ് ആർ കാറ്റഗറൈസ്ഡ് ടു ഹൈ, മീഡിയം ആൻഡ് ലോ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഒരു ടോപ്പിക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല ശ്രദ്ധ കൊടുത്ത് പഠിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഒരു ഇടത്തരം ശ്രദ്ധ കൊടുക്കുക, ലോ ആണെന്നുണ്ടെങ്കിൽ അത്ര ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോവാന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പ്രയോറിറ്റൈസേഷൻ ലെവലാണ് അവിടെ പറയുന്നത്. സിലബസ് ഓവർവ്യൂ ആൻഡ് റെലവൻസ്. ദ സിലബസ് ഇസ് ഡിവൈഡഡ് ഇൻടു 4 key blocks, each containing multiple units. Here we provide an overview of the major topics from each block, coupled with their exam frequency and relevance. Block 1, Introduction to Professional Social Work. അതിൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക് എടുത്താൽ അത് കഴിഞ്ഞ 3 പ്രീവിയസ് എക്സാമിനും അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിനൊരു മീഡിയം റെലവൻസ് ആയിട്ടാണ് പറയുന്നത്. Questions often explore its significance in social work practice. അടുത്ത സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ പോളിസി 4 തവണ വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് മീഡിയം റെലവൻസ് ആണ്. Frequently assessed through conceptual and application based question. ബ്ലോക്ക് 2 എടുത്താൽ ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്ക് എടുത്താൽ വോളണ്ടറി ആക്ഷൻ ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് 5 തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഹൈ റെലവൻസ് ആണ്. It is often tested through its areas of intervention and implications. General principles of social work എടുത്താൽ one of the most frequently asked topics ആണ്. 6 times ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിനെ ഹൈ റെലവൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇമ്പോർട്ടൻസ് emphasizing principles and applications. അടുത്തത് ബ്ലോക്ക് 3, വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് എടുത്താൽ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആസ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക് 4 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 4 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് എഗെയിൻ പാർട്ട് 2 പാട്രിയോട്ടിസം എടുത്താൽ ലെസ് ഫ്രീക്വന്റ്ലി ആണ് വന്നിട്ടുള്ളത്. അതിനെ റോൾ റെലവൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്തിട്ടുള്ളത്. വിഷ്വൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ടോപ്പിക് ഇമ്പോർട്ടൻസ്. നമ്മൾ ഹൈ റെലവൻസ് എന്ന് പറഞ്ഞാൽ 5 അതിൽ കൂടുതലോ വന്നിട്ടുള്ളതിനെയാണ് പറയുന്നത്. മീഡിയം റെലവൻസ് എന്ന് പറഞ്ഞാൽ 3 അതിൽ കൂടുതലോ 3 to 4 times ആണ്. ലോ റെലവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പിയറിംഗ് ഫ്യൂവർ ദാൻ 3 times, 3ൽ താഴെയാണ്. ഓക്കെ, 3ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ലോ റെലവൻസ്, 3 തൊട്ട് 4 വരെയാണെങ്കിൽ മീഡിയം, 5ന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഹൈ റെലവൻസ് ആയിരിക്കും. സോ ദീസ് കാറ്റഗറൈസേഷൻസ് ആർ ഡിസൈൻഡ് ടു ഫോക്കസ് സ്റ്റുഡൻസ് അറ്റൻഷൻ ഓൺ ഏരിയാസ് ലൈക്ലി ടു ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദർ പെർഫോമൻസ്. കീ ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ്. ഹൈ റെലവൻസ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ
പ്രിൻസിപ്പിൾസ് ലൈക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് സോഷ്യൽ വർക്കും വോളണ്ടറി ആക്ഷനുമാണ് ഹൈ റിലവൻസിൽ വരുന്നത്. ഈ മീഡിയം റിലവൻസ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കും സോഷ്യൽ ജസ്റ്റിസ് പോലുള്ള മോഡറേറ്റ്ലി റെക്കറിംഗ് ആയിട്ടുള്ളതാണ് മീഡിയം റിലവൻസിൽ വരുന്നത്. ലോ റിലവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പാട്രിയോട്ടിസം പോലുള്ള ടോപ്പിക്സുകളെയാണ് ലോ റിലവൻസ് ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിഷ്വലൈസേഷൻ ഓഫ് എക്സാം ട്രെൻഡ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ടോപ്പിക്സുകളാണ്. അതിന്റെ ഒരു ഫ്രീക്വൻസി എത്ര തവണ വന്നിട്ടുള്ളൂ എന്നതുള്ളതാണ് എന്താണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് സോഷ്യൽ നെറ്റ്വർക്ക് എടുത്താൽ 3 ടൈംസ് ആണ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ പോളിസി എടുത്താൽ 4 ടൈംസ് ആണ്, വോളണ്ടറി ആക്ഷൻ സോഷ്യൽ വർക്ക് എടുത്താൽ 5 ടൈംസ് ആണ് വന്നിട്ടുള്ളത്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് 6 ടൈംസ്, ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ 4 ടൈംസ്, പാട്രിയോട്ടിസം 2 ടൈംസ്. അപ്പൊ അതാണ് വിഷ്വലൈസേഷൻ ഓഫ് എക്സാം ട്രെൻഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സിലബസ് മാപ്പിംഗ് വിത്ത് എക്സാം റെലവൻസ് ആണ്. ഓരോ ബ്ലോക്കും യൂണിറ്റുകളും അതിന്റെ എക്സാം ഫ്രീക്വൻസി എത്ര തവണ ഈ പറയുന്ന ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ റെലവൻസ് ഇമ്പോർട്ടൻറ്റ് ലെവൽ എത്രയാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് എടുത്താൽ അതിലെ യൂണിറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് എടുത്താൽ എക്സാം ഫ്രീക്വൻസി വന്നിട്ടുള്ളത് 3 ആണ്. 3 തവണയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റെലവൻസ് മീഡിയം ആണ്. അടുത്തത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ പോളിസി എടുത്താൽ 4 തവണ വന്നിട്ടുണ്ട്. എഗെയിൻ റെലവൻസ് മീഡിയം ആണ്. ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്കിൽ വോളണ്ടറി ആക്ഷൻസ് ഇൻ സോഷ്യൽ വർക്ക് എടുത്താൽ 5 തവണയാണ് വന്നിട്ടുള്ളത്. ഹൈ റെലവൻസ് ആണ്. ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്കിലെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് എടുത്താൽ 6 ടൈംസ് ആണ്. എഗെയിൻ ഹൈ ആണ്. ഇനി വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 1 ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആ സോഷ്യൽ ക്യാപിറ്റൽ 4 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം ആണ് വരുന്നത് റെലവൻസ്. വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് 2 എടുത്താൽ പാട്രിയോട്ടിസം എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ എക്സാം ഫ്രീക്വൻസി. സോ റെലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. So this mapping equips students with a clear understanding of where to direct their efforts, ensuring efficient and effective preparation for the IGNOU term examination December 2024. By focusing on high and medium relevance topics, students can maximize their chances of success while maintaining a balanced approach to less frequency but still significant areas. കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നമുക്ക് ഈ പറയുന്ന ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ടും എക്സാം പാറ്റേണിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ഫോർ BSW 121 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ്. ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റുകൾ, ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജുകൾ, അതിൽ വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് നോക്കിയാൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എസ്സേ ടൈപ്പ് എന്ന് പറയുമ്പോൾ 500 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂഷ്വലി അത് കവർ ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2022 വന്നിട്ടുള്ളതാണ്. ആൻഡ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും കൺസൈസ് ആയിട്ടുള്ള വളരെ ക്രിസ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. കീ ആസ്പെക്റ്റുകളെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ differentiate between blind patriotism and constructive patriotism June 2023 വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ. അടുത്തത് ക്രിട്ടിക്സ് ആൻഡ് അനാലിസിസ് ആണ്. These questions demand a critical evaluation of theories, principles or case examples. Okay, critics and analysis എന്ന് പറയുമ്പോൾ നമുക്ക് തിയറീസിനെ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക, അതിന് പ്രിൻസിപ്പിൾസ് അതിനെ കേസ് എക്സാമ്പിൾസ് വെച്ച് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലി അനലൈസ് ദ മേജർ സർവീസ് ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ 2023 വന്നിട്ടുള്ളതാണ്.
അടുത്തത് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോഷ്യൽ വർക്ക് പ്രിൻസിപ്പിൾസിനെ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം, റിയൽ വേൾഡ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ റിയൽ വേൾഡ് സിനാരിയോസ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് ആൻസർ എഴുതേണ്ടത്. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ദ റോൾ ഓഫ് സോഷ്യൽ വർക്കർ ഇൻ ചൈൽഡ് ആൻഡ് ഫാമിലി സർവീസസ് ഓർ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് സർവീസസ്. ഡിസംബർ 2022 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ഫ്രണ്ട്സ് നോക്കാം. സോ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 2 ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്ക്, ലൈക് സ്കോപ്പ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് വന്നിട്ടുണ്ട്, ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആണ്. ബ്ലോക്ക് 3 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻ റിലേഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വരുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ്. അത് ഇങ്ങനെ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പിയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പോപ്പുലർ ടോപ്പിക്സ് ഫോർ എസ് എ ക്വസ്റ്റ്യൻ. എസ് എ ക്വസ്റ്റ്യൻ ചാൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ പോളിസി ഉണ്ട്, വോളണ്ടറി ആക്ഷൻ ഉണ്ട്. അടുത്തെന്ന് പറയുമ്പോൾ എമർജിംഗ് പാറ്റേൺസ് ആണ്. സോ എത്തിക്കൽ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ റീസെന്റ് എക്സാംസിൽ കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്ത് ചോദിച്ചതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് ആണ്. ഓരോ ബ്ലോക്കിലെ എങ്ങനെയൊക്കെയാണ് മാർക്സ് വരുന്നത്, ഓക്കെ, അതിന്റെ ഫോക്കസ് ഏരിയാസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എടുത്താല് സോഷ്യൽ നെറ്റ്വർക്ക് അതേപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന യൂണിറ്റ്സ് ഫ്രീക്വന്റ്ലി വന്നിട്ടുണ്ട്. മാർക്ക് വന്നിട്ടുള്ളത് 20% ആണ്. ഫോക്കസ് ഏരിയ തിയററ്റിക്കൽ ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്കിലെ സ്കോപ്പും ജനറൽ പ്രിൻസിപ്പിൾസും 30% വന്നിട്ടുണ്ട്. തിയറി ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻസ് അവിടെ വരുന്നുണ്ട്, ഫോക്കസ് ഏരിയ. ബ്ലോക്ക് 3 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് 1 പാർട്ട് 1 ഹ്യൂമൻ റിലേഷൻഷിപ്പ് സോഷ്യൽ ജസ്റ്റിസ് 25% ആണ്. വാല്യൂ ബേസ്ഡ് പ്രാക്ടീസസ് ആണ്. ബ്ലോക്ക് 4 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 2 പാട്രിയോട്ടിസം കൾച്ചറൽ സെൻസിറ്റിവിറ്റി 15% ആണ് വന്നിട്ടുള്ളത്. എത്തിക്സ് ആൻഡ് കൾച്ചറൽ കോമ്പിറ്റൻസ് ആണ് ഫോക്കസ് ഏരിയ. ഇനി ഇതെല്ലാം ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ കേസ് സ്റ്റഡീസ് വരുന്നുണ്ട്. ആൻഡ് റീസെന്റ് ചോദിച്ചു വരുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള എമർജിംഗ് ട്രെൻഡ്സും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. 10% ആണ്. ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ വെച്ച് ചിന്തിച്ചെഴുതേണ്ട ആൻസേഴ്സ് ആയിരിക്കും. ഓക്കെ, വിഷ്വൽ അനാലിസിസ്, ബാർ ചാർട്ട് ഓഫ് ബ്ലോക്ക് വൈസ് മാർക്ക് അലോക്കേഷനും അതുപോലെ ട്രെൻഡ് ഗ്രാഫ് ഓഫ് ഫ്രീക്വന്റ് ടെസ്റ്റ് ടോപ്പിക്സ് ഉണ്ട്. ബാർ ചാർട്ട് ഓഫ് ബ്ലോക്ക് വൈസ് മാർക്ക് അലോക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ബ്ലോക്കിനും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്കിന്റെ പ്രൊപ്പോർഷൻസ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ട്രെൻഡ് ഗ്രാഫ് ഓഫ് ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതാണ് ട്രെൻഡ് ഗ്രാഫ് ഓഫ് ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ടോപ്പിക്സിൽ വരുന്നത്. So these visual tools enable students to focus on high priority blocks and units effectively. Block wise mark allocation in BSW 121 exams ആണ്. ബ്ലോക്ക് 1 നമുക്ക് നോക്കിയാൽ ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്കിൽ 20% ആണ്. നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ബ്ലോക്ക് 2 ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്കിൽ 30% മാർക്കാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 1 25%, ബ്ലോക്ക് 4 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 2 15% ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതാണ് ട്രെൻഡ് ഗ്രാഫ്സ് ഓഫ് ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓരോരോ ടോപ്പിക്സ് ആണ്, ഓരോ ലൈൻസ് ആയിട്ട് കളേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ഓറഞ്ച് നോക്കിയാൽ സോഷ്യൽ ജസ്റ്റിസ് ആണ്. 2022 അതിന്റെ ഒരു റെലവൻസ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് 4 ആയിരുന്നെങ്കിൽ 2023 വന്നപ്പോഴത്തേക്കും അത് എന്തായി 5 ആയിട്ട് മാറി. ആൻഡ് പിന്നെ അഗെയിൻ ഇവിടെ കാണിക്കുന്നുണ്ട് 2024 അതിന്റെ റെലവൻസ് ഹൈ ആയിരുന്നു. അപ്പൊ ഓരോ ലൈൻസും ഓരോ ടോപ്പിക്സിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ജനറൽ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, അത് റെഡ് ലൈൻ ആണ്. അതുപോലെ വോളണ്ടറി ആക്ഷൻ വരുന്നുണ്ട്, ഹ്യൂമൻ റിലേഷൻഷിപ്സ് വരുന്നുണ്ട്, പാട്രിയോട്ടിസം വരുന്നുണ്ട്. ഓരോരോ ലൈൻസിനും ഓരോ ടോപ്പിക്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നമുക്ക് നോക്കാം. ഓരോ ബ്ലോക്കിലെ ഏതൊക്കെ യൂണിറ്റിലെ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ബ്ലോക്ക് 1 നോക്കാനാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1 സോഷ്യൽ നെറ്റ്വർക്കില് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് 3 തവണ ഒക്കർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2022 ജൂൺ 2023 ഡിസംബർ 2023. ഇനി യൂണിറ്റ് 3 എമർജൻസ് ഓഫ് സോഷ്യൽ വർക്ക് എബ്രോഡ്, അവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ട്രേസ് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ്. 2 തവണ വന്നിട്ടുണ്ട്, ഡിസംബർ 2022 ജൂൺ 2023. ബ്ലോക്ക് 2 എടുത്താൽ ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്ക് എടുത്താൽ യൂണിറ്റ് 2 ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്കിൽ നിന്നും
എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് 2 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2023 ജൂൺ 2024. ഇനി യൂണിറ്റ് 3 വോളണ്ടറി ആക്ഷൻ ഇൻ സോഷ്യൽ വർക്ക് എടുത്താൽ ഡിസ്കസ് റെലവൻസ് ഓഫ് വോളണ്ടറി ആക്ഷൻ ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 3 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2022 ജൂൺ 2023 ജൂൺ 2024. ബ്ലോക്ക് 3 എടുക്കാനാണെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 1 യൂണിറ്റ് 3 ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഡിസ്കസ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആസ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 2 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2022 ഡിസംബർ 2023. യൂണിറ്റ് 2 സോഷ്യൽ ജസ്റ്റിസിൽ നിന്നും എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ 2 തവണ വന്നിട്ടുണ്ട്. ജൂൺ 2023 ജൂൺ 2024. അടുത്തത് ബ്ലോക്ക് 4 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 2 യൂണിറ്റ് 2 പാട്രിയോട്ടിസത്തിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്ലൈൻഡ് പാട്രിയോട്ടിസം ആൻഡ് കൺസ്ട്രക്റ്റീവ് പാട്രിയോട്ടിസം 2 തവണയാണ് വന്നിട്ടുള്ളത്. ജൂൺ 2023 ഡിസംബർ 2023. ഇനി മാർക്സ് അലോക്കേഷൻ നമുക്ക് നോക്കാം. ഓരോരോ റിക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും എത്ര മാർക്ക് വന്നിട്ടുണ്ടെന്ന്. ബ്ലോക്ക് 1 സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന യൂണിറ്റ് എടുത്താൽ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 3 തവണ വന്നിട്ടുണ്ട്. മാർക്ക് വന്നിട്ടുള്ളത് 20 ആണ്. ടോട്ടൽ മാർക്ക് 60. അടുത്തത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് USA നിന്നും ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 2 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കാണ്. മൊത്തം 40 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ബ്ലോക്ക് 2 ജനറൽ പ്രിൻസിപ്പിൾസിൽ നിന്നും എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് 2 തവണയാണ് വന്നിട്ടുള്ളത്. 20 മാർക്കിന് 40 മാർക്കാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 വോളണ്ടറി ആക്ഷൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ റെലവൻസ് ഓഫ് വോളണ്ടറി ആക്ഷൻ ഇൻ സോഷ്യൽ വർക്ക് ഫ്രീക്വൻസി 3 ആണ്. മാർക്സ് വരുന്നത് 20 ആണ്. ടോട്ടൽ മാർക്ക് വരുന്നത് 60 ആണ്. ബ്ലോക്ക് 3 ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഡിസ്കസ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആർ സോഷ്യൽ ക്യാപിറ്റൽ 2 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിൻ്റെത്. അങ്ങനെ മൊത്തം 40 മാർക്ക്. അടുത്തത് ബ്ലോക്ക് 3 സോഷ്യൽ ജസ്റ്റിസ് എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ 2 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിന്. അങ്ങനെ മൊത്തം 40 മാർക്കിന്. അടുത്തത് പാട്രിയോട്ടിസം എന്ന് പറയുന്ന യൂണിറ്റ് എടുത്താൽ ബ്ലോക്ക് 4 യൂണിറ്റ് എടുത്താൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്ലൈൻഡ് പാട്രിയോട്ടിസം ആൻഡ് കൺസ്ട്രക്റ്റീവ് പാട്രിയോട്ടിസം 2 തവണയാണ് വന്നിട്ടുള്ളത്. 20 മാർക്കിന്. അങ്ങനെ മൊത്തം 40 മാർക്കിന് വന്നിട്ടുണ്ട്. അടുത്തത് ഒബ്സർവേഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആണ്. ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ നെറ്റ്വർക്ക്, വോളണ്ടറി ആക്ഷൻ, ജനറൽ പ്രിൻസിപ്പിൾസ് ഇവരൊക്കെ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈ വെയിറ്റേജ് ആയിരിക്കും. എമേർജിംഗ് പാറ്റേൺസ് ലൈക്ക് സോഷ്യൽ ജസ്റ്റിസ്, പാട്രിയോട്ടിസം എന്നൊക്കെ പറയുന്നത് റീസെന്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ എന്ത് ചെയ്യാതെ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. സ്ട്രാറ്റജിക് ഇൻസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്ലോക്ക് 2 ബ്ലോക്ക് 3 കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കുക. ആസ് വി കോൺസിസ്റ്റന്റ്ലി കോൺട്രിബ്യൂട്ട് എ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ദ മാർക്സ്. പ്രാക്ടീസ് ഡീറ്റെയിൽഡ് എസ്സേസ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്സേസ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സിൽ നിന്നുള്ള ക്രിറ്റിക്സും അനാലിസിസും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ആൻഡ് യു ഷുഡ് ഇൻക്രീസ് അല്ലെങ്കിൽ എൻഹാൻസ് യുവർ എബിലിറ്റി ടു റൈറ്റ് കോംപ്രിഹെൻസീവ് ആൻസേഴ്സ് അണ്ടർ ടൈംസ് കണ്ടീഷൻസ്. നിങ്ങൾ തന്നെ ഒരു നിശ്ചിത ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് എസ്സേസ് ഒക്കെ എത്ര ടൈമിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. Topic probability and prediction analysis. This section provides a detailed analysis of the likelihood of specific topics appearing in the upcoming December 2024 term examination.
ഫോർ ദ കോഴ്സ് BSW 121. നമ്മൾ ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതിന്റെ പ്രിഡിക്ഷൻ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, നോക്കാൻ വേണ്ടി പോവാണ്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ നെറ്റ്വർക്ക് പ്രോബിലിറ്റി ഹൈ ആണ്. ജസ്റ്റിഫിക്കേഷൻ പറയുമ്പോൾ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആണ് വരുന്നത്. സെൻട്രൽ ടു സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് UK and USA മീഡിയം ആണ് പ്രോബിലിറ്റി because it appears occasionally but foundational in understanding global context. 2 തവണ വന്നിട്ടുണ്ട്. അടുത്ത ബ്ലോക്ക് 2 എടുത്താൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഹൈ ആണ് പ്രോബിലിറ്റി വരുന്നത് because it consistently tested across multiple exams. 2 തവണയാണ് വന്നിട്ടുള്ളത്. December 2023 June 2024. വോളണ്ടറി ആക്ഷൻ എടുത്താൽ ഹൈ ആണ് പ്രോബിലിറ്റി, റെഗുലർലി അപ്പിയർ ചെയ്യുന്നതാണ് ബിക്കോസ് അതൊരു പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ. 3 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2022, ജൂൺ 2023, ജൂൺ 2024. ബ്ലോക്ക് 3 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 1 ഹ്യൂമൻ റിലേഷൻഷിപ്സ് മീഡിയം ആണ് പ്രോബിലിറ്റി. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റിക്വയറിംഗ് ബട്ട് നോട്ട് ആസ് എ ഫ്രീക്വന്റ് ആസ് വോളണ്ടറി ആക്ഷൻ ഓർ ജനറൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത് വരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, വോളണ്ടറി ആക്ഷനും ജനറൽ പ്രിൻസിപ്പിൾസും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് പോലെ ഈ പറയുന്ന ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് മീഡിയം ആണ്, 2 തവണയാണ് വന്നിട്ടുള്ളത് മൊത്തത്തില്. സോഷ്യൽ ജസ്റ്റിസ് എടുത്താൽ ഹൈ ആണ് പ്രോബിലിറ്റി. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസിംഗ് ഫോക്കസ് ഇൻ റീസെന്റ് എക്സാംസ് ലൈക്ലി ടു കണ്ടിന്യൂ ഗിവൺ ഇറ്റ്സ് റെലവൻസ് ടു സോഷ്യൽ വർക്ക് എത്തിക്സ്. ബ്ലോക്ക് 4 വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് പാർട്ട് 2 ആണ് പാട്രിയോട്ടിസം. പ്രോബിലിറ്റി ലോ ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ rarely featured, more theoretical, tested sporadically 2 times. 2 തവണയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ എന്താണ് പ്രോബിലിറ്റി ലോ ആണ്. അടുത്തത് ഈ പറഞ്ഞ പ്രഡിക്ഷൻസിന്റെയൊക്കെ ജസ്റ്റിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും എന്താ പറയാ, നമുക്കറിയാം സോഷ്യൽ വർക്ക് പ്രാക്ടീസിന്റെ ഒരു റോൾ. ഓക്കെ, കൺസിസ്റ്റന്റ് എംഫസൈസ് ഓൺ ഇറ്റ്സ് റോൾ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. ആ പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കിൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ വരുന്ന റോൾ എന്താണെന്നുള്ളത് വരുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ്. General principles എടുത്താലും we know that it forms the backbone of professional ethics and methods. So അത് high probability topics ആണ്. Then voluntary action എന്ന് പറയുമ്പോൾ regular focus due to its practical implications in the field. Okay, voluntary action എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽഡിലുള്ള പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് കാരണമാണ് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും which aligns with contemporary focus on ethics and human rights. Human റൈറ്റ്സിനെയും എത്തിക്സിനെയും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് സോഷ്യൽ ജസ്റ്റിസ് വരുന്നത്. അടുത്തത് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻസ് ആണ്, പക്ഷേ ലെസ് എംഫസൈസ്ഡ് ആണ് കമ്പയർഡ് ടു അതേഴ്സ്. ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് കോർ ടു അണ്ടർസ്റ്റാൻഡിംഗ് പ്രൊഫഷണൽ എവല്യൂഷൻ ബട്ട് ലെസ് ആപ്ലിക്കേഷൻ ബേസ്ഡ്. ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് പാട്രിയോട്ടിസം ആണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആണ്, ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്യുന്നു. സ്റ്റുഡന്റ് സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് പ്രയോറിറ്റി ഹൈ പ്രോബിലിറ്റി വരുന്ന ഏതൊക്കെയാണ്? സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക്, വോളണ്ടറി ആക്ഷൻ, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക്, സോഷ്യൽ ജസ്റ്റിസ്. മീഡിയം പ്രയോറിറ്റി ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക്. ലോ പ്രയോറിറ്റി പാട്രിയോട്ടിസം. സ്റ്റഡി റെക്കമെൻഡേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ മെജോറിറ്റി ഓഫ് ദ ടൈം അതിന് അലോക്കേറ്റ് ചെയ്യുക. തിയററ്റിക്കൽ അതുപോലെ പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾ അതിലുണ്ടായിരിക്കണം. മീഡിയം ടോപ്പിക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ടൈം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി. ഒക്കെ ഇതിന്റെ ടോപ്പിക്ക് കേട്ടാൽ ഇതാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് അതിന്റെ എന്താ പറയാ എല്ലാ പോർഷൻസ് അല്ല, എന്നാലും അതിൽ നിന്ന് ക്രിസ്പായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സും കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ലോ പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്താൽ മതി, ഉണ്ടായിട്ടിരുന്നാൽ മതി. സോ ഇവിടെ നമുക്കൊരു ബാർ ചാർട്ടും കളർ കോഡ് ടേബിളും ഉണ്ട്. അപ്പൊ അതിൽ ഹൈ പ്രോബിലിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രീൻ കളറും മീഡിയം പ്രോബിലിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യെല്ലോ കളറും ലോ പ്രോബിലിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഡ് കളറും ആണ്. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് വരുന്ന ഓരോ ടോപ്പിക്സുകൾ അതിന്റെ പ്രോബിലിറ്റി ലെവൽ അനുസരിച്ചിട്ട് 1 എന്ന് പറയുന്ന ലോ ആണ്, 2 മീഡിയം ആണ്, 3 ഹൈ ആണ്. അതിനനുസരിച്ചിട്ട് എന്താണ് ടോപ്പിക്സുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം, വളരെ ഹൈ ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക്, ജനറൽ പ്രിൻസിപ്പിൾസ്, വോളണ്ടറി ആക്ഷൻ, സോഷ്യൽ ജസ്റ്റിസ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ഹൈ ലെവൽ ഓഫ് പ്രോബിലിറ്റി ആണ് വരാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തത് മീഡിയം എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് വരുന്നുണ്ട്, ഹ്യൂമൻ റിലേഷൻഷിപ്സ് വരുന്നുണ്ട്, ലോ എന്ന് പറയുമ്പോൾ പാട്രിയോട്ടിസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സോ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാഫ് കാണുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ BSW 121 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് വാല്യൂസ് 3 മണിക്കൂറാണ് മൊത്തം. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ഏതെങ്കിലും 5 എണ്ണത്തിന് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്കാണ്.
ഓരോ ആൻസറിനും 500 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ബ്ലോക്ക് 1 നിന്നും വരുന്ന ക്വസ്റ്റ്യൻ 2 എണ്ണം വന്നിട്ടുണ്ട്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക്സ് ഇൻ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. B. Trace the evolution of social work in the United States and discuss its relevance to contemporary practice. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ബ്ലോക്ക് 2 ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്ക്. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ across different domains. B. Describe the relevance and areas of intervention for voluntary action in the field of social work. 20 മാർക്ക്. Block 3 values of social work. Analyze the importance of human relationships as a value in social work, providing practical examples. 20 മാർക്ക്. B. Explain the principles and implications of social justice in the context of social work ethics. 20 മാർക്കാണ്. ബ്ലോക്ക് 4 നിന്ന് ചാൻസ് വരാനുള്ളത് A. Compare and contrast blind patriotism with constructive patriotism in the context of social work values. 20 മാർക്കാണ്. B. Discuss the role and challenges of cultural sensitivity in professional social work practice. 20 മാർക്കാണ്. സോ ഇപ്പൊ നമ്മള് എന്തൊക്കെ കണ്ടു? 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. അടുത്തത് ചോദിക്കാൻ മേളിൽ കണ്ടിട്ടുള്ളതിൽ A or B നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതുക. ഇനിയിപ്പോ ചോദിക്കാൻ ചാൻസ് എന്ന് പറയുമ്പോൾ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റിയൽ വേൾഡ് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക ചൂസ് ചെയ്ത് എഴുതേണ്ടത് വരുമായിരിക്കും. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നിങ്ങൾ എന്താ പറയാ എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ എഴുതേണ്ടതാണ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അതും എന്ത് ചെയ്യാം 20 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറൽ റാഷണൽ നോക്കിയാൽ ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും ലൈക്ക് സോഷ്യൽ നെറ്റ്വർക്ക്, വോളണ്ടറി ആക്ഷൻ, ജനറിക് പ്രിൻസിപ്പിൾ, സോഷ്യൽ ജസ്റ്റിസ്, ഇതൊക്കെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ്. പിന്നെ ഡൈവേഴ്സ് ഫോക്കസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടും ഒക്കെ അതുപോലെ തിയറിറ്റിക്കൽ ബേസ്ഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറച്ച് ഫോക്കസ് കൊടുക്കുക. വാല്യൂസ്, എത്തിക്സ്, കേസ് ബേസ്ഡ് അനാലിസിസ് ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അടുത്തത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എല്ലാ ബ്ലോക്കുകളും യൂണിറ്റുകളും എന്ത് ചെയ്യുക കവർ ചെയ്യുക. ഇഗ്നോന്റെ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സും അതുപോലെ എക്സാം ട്രെൻഡ്സും എന്ത് ചെയ്യുക റിഫ്ലക്ട് ചെയ്തിട്ട് ആ ഒരു റിഫ്ലക്ഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നറിയാം ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തോരം അറിവുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതനുസരിച്ച് മനസ്സിലാക്കി ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ സ്കിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉത്തരം എഴുതുക. So this predictive paper is crafted to mirror the depth, format and expectations of the actual examination, serving as a valuable preparation tool for students. Okay. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഡെപ്തും ഫോർമാറ്റും കാര്യങ്ങളും എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ മിറർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പറയുന്ന ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോയിന്റെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ PDFs കാര്യങ്ങളും കിട്ടും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക ഗോ ത്രൂ ചെയ്യുക. അപ്പോൾ BSW 121 എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.